അടൂരിലെ NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ പ്രചരണവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പന്തളം പ്രതാപൻ 24 ചേരുകയാണ്. അന്തരീക്ഷത്തിൽ നല്ല താപനിലയാണ്. അപ്പോൾ ആ ഒരു ചൂട് പ്രചരണത്തിലുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ വലിയ ചൂടിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഒരു ഭരണമാറ്റം ഇവിടെ അനിവാര്യമാണ്. ഇവിടെ LDF-ഉം UDF-ഉം കാലാകാലങ്ങളിൽ ഭരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുരിതം മാത്രം സംഭാവന ചെയ്തിരിക്കുക. അതിനൊരു മാറ്റം വരുത്താനുള്ള ചൂടിലാണ് ജനങ്ങൾ മുഴുവൻ. പക്ഷേ BJP സംബന്ധിച്ചുകൊണ്ട്, NDA സംബന്ധിച്ചുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ തന്നെ വലിയ തരത്തിലൊരു ആഭ്യന്തര പ്രശ്നം BJP നേരിടുന്നുണ്ട്. പലയിടത്തും സ്ഥാനാർത്ഥികൾ പലർക്കും നേതാക്കൾക്ക് പോലും അറിയാത്ത ആളുകളാണ്, അപ്പോൾ ഘടകകക്ഷികൾക്കുള്ളിൽ പോലും. അപ്പോൾ പന്തളത്തെ അല്ലെങ്കിൽ അടൂരിലെ ഈ സ്ഥാനാർത്ഥിത്വത്തിനകത്ത് പന്തളം പ്രതാപന്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 3 പട്ടികയായിട്ട് ഇറക്കിയത്, 1, 2, 3 മൂന്നാമത്തെ പട്ടികയിലാണ് ഇത് വന്നത് എന്നുള്ളത് ശരിയാണ്. അതൊഴിച്ചാൽ BJP-യെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നവുമില്ല. അത് CPM-നും കോൺഗ്രസിനും ആഭ്യന്തര പ്രശ്നമുള്ളത്. അവരത് മറച്ചു വെക്കാൻ വേണ്ടി BJP അതിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഡൽഹിയിൽ നടന്ന വലിയ ചർച്ചകളും ബഹളങ്ങളും നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തവരാണല്ലോ. ഒരു വലിയ ദേശീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ ഒരു MP-ക്ക് കഴിയുമെങ്കിൽ BJP-യിൽ നടക്കില്ല. ഘടകകക്ഷികളുമായിട്ടുള്ള ഒരു അവർക്ക് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്ക്, അത് ഏത് മുന്നണിയിലായാലും ചെറുതും വലുതുമായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുമ്പോൾ ചില അസാരസ്യങ്ങൾ ഉണ്ടാകാത്തത് സ്വാഭാവികമാണ്. അത് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തി സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു 2-3 ദിവസത്തോടുകൂടി അതിന് മുഴുവൻ പരിഹരിക്കപ്പെടും. പ്രത്യേകിച്ച് BJP-യെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. ഇവിടെ ഇപ്പോൾ അടൂർ നിയോജകമണ്ഡലത്തിൽ LDF ഒരു റൗണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ട് 2ാം റൗണ്ടിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ അടൂരിലെ ഒരു പ്രധാനപ്പെട്ട എതിരാളി ആരാണ്? UDF ആണോ അല്ലെങ്കിൽ LDF ആണോ? LDF ആണെന്ന്, കാരണം ഭരിച്ചുകൊണ്ടിരുന്ന MLA ഒക്കെ അവരുടെ ആയതുകൊണ്ട് LDF ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരും അവരൊന്നിച്ച് നടക്കേണ്ട ആളുകളാണ്. അവരൊന്നിച്ചാണ് അവരുടെ നിലപാട് മുഴുവൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ ഡീലാണെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഡീലുണ്ടോ? പ്രതിപക്ഷ നേതാവ് പറയുന്ന അദ്ദേഹം ഇപ്പോൾ പിണറായിയെക്കാട്ടി വലിയ പിണറായി ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. നിങ്ങൾ പത്രക്കാരെയൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു. നിങ്ങളുടെ പണി ഇതല്ലേ? നിങ്ങളുടെ പണി ഇതുപോലെ വാർത്തയെടുക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തതിനകത്തുള്ള, കാരണം KC വേണുഗോപാൽ ഫ്ലൈറ്റ് പിടിച്ച് വരും, ഒരു സംശയം വേണ്ട. ഭരണം വന്നാൽ ഇവിടെ വരാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും അതിനെ തരണം ചെയ്യാൻ വേണ്ടി VD സതീശൻ ചില ചെപ്പടി വിദ്യകളൊക്കെ നടത്തുന്നതിന് ഭാഗമായിട്ടാണ് ഈ ഡീല് പറയുന്നത്. പന്തളം പ്രതാപൻ കഴിഞ്ഞ തവണയും നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണയും വോട്ടുകൾ കൂടി പിടിച്ചതാണ്. ഇത്തവണ എന്താണ് വിജയപ്രതീക്ഷ? വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുടെ അടിസ്ഥാനം എന്താണ്? 2-3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, കഴിഞ്ഞ 15 വർഷക്കാലം എടുത്ത് പരിശോധിച്ചാലും, അതിനു മുമ്പ് അസംബ്ലി മണ്ഡലങ്ങളിൽ പന്തളം അടൂരുമായി ഇരുന്ന കാലഘട്ടം പരിശോധിച്ചാലും, ഇവിടെ പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധികളും ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കുറേ MLA റോഡുകളൊക്കെ അന്നൊക്കെ ചെയ്യുമായിരുന്നു. അതിപ്പോൾ അതും ഇല്ല. ഒരു ആസ്തി വികസന മണ്ഡലത്തിൽ നിന്നും 5 കോടി രൂപ കിട്ടും. ഒരു പണി ഇവിടെ നടക്കാറില്ല. പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനങ്ങൾ 4000 കോടിയാണ് ചിറ്റയൻകുമാർ ഇവിടെ നടത്തിയെന്ന് പ്രഖ്യാപിക്കുന്നത്. എവിടെയെങ്കിലും അദ്ദേഹത്തിന് 1 രൂപയുടെ ഒരു വികസന റോഡ് ടാറിങ് നടക്കും. അത് ജനങ്ങളുടെ 15 വർഷത്തെ ടാക്സ് വാങ്ങിക്കുന്നതാണ്. 1 ടൈം ടാക്സും, പല പെട്രോൾ അടിക്കുമ്പോൾ ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. ബസ്സിൽ KSRTC ബസ്സിൽ പോകുമ്പോൾ നമ്മൾ സെസ് വാങ്ങിക്കുന്നത്. അതല്ല ഇവിടെ വിഷയം. ഇവിടെ മിനി സിവിൽ സ്റ്റേഷൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല അദ്ദേഹം. 10 വർഷം. അതിനു മുമ്പ് അദ്ദേഹം 5 വർഷം ഞാൻ പ്രതിപക്ഷമാണെന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് പുറകിൽ ഒരു ബൈപ്പാസ് റോഡ് പറഞ്ഞിരിക്കുന്നു. ഇന്ന് വരെ വന്നിട്ടില്ല. 10 വർഷമായിട്ട് അത് കല്ലിടുന്നുണ്ട് അദ്ദേഹം. ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നില്ല. അദ്ദേഹത്തിന് അതൊക്കെയാണല്ലോ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗം. ഇവിടെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ല. വികസന മുരടിപ്പായിരിക്കും ഈ പറയുന്ന BJP കൂടുതൽ പ്രചരണായുധമാക്കുക അല്ലേ? വികസന മുരടിപ്പ്, അതായത് BJP-യുടെ വികസിത കേരളം, വികസിത അടൂരുമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അത് ശ്രീ നരേന്ദ്രമോദി കാണിച്ചു കൊടുത്തു, വികസിത ഭാരതം. ആ വികസിത ഭാരതം കേരളത്തിലും അതിൻ്റെ ഭാഗമാകണം. അത് പന്തളവും അടൂരും അതിൻ്റെ ഭാഗമാകണം. അതിനുവേണ്ടി ഞങ്ങൾ നിൽക്കുന്നത്. ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള, ഈ നാടിനെ അറിയുന്ന ആളുകൾ ഈ ജനപ്രതിനിധികളാകാതെ പോയതിൻ്റെ ദുരന്തമാണ് ഞങ്ങളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നു. എന്തായാലും ഊർജിതമായിട്ടുള്ള പ്രചരണമാണ്, വിജയപ്രതീക്ഷ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും ഞങ്ങൾ 100% വിജയിക്കും. എന്തായാലും പിന്തുണയുണ്ടാവണം. എന്തായാലും അടൂർ നിയോജകമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പന്തളം പ്രതാപൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ കൂടി പന്തളം പ്രതാപൻ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷ് ചേകവർക്കൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.